നമസ്കാരം. എല്ലാവർക്കും കുമാർ കണക്റ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശനി മാറിയതിന് ശേഷം അടുത്ത രാശിമാറ്റം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ രാശിമാറ്റമാണ്. മെയ് 14 സംഭവിക്കുന്ന വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന് ശേഷം മെയ് 18 ജ്യോതിഷത്തിലെ നിഗൂഢ ഗ്രഹങ്ങളായി കണക്കാക്കുന്ന രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട്. ഈ രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റം തീർച്ചയായും മനുഷ്യന്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനങ്ങൾ ചെലുത്തും. അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് രാഹുവിന്റെ രാശിമാറ്റം. രാഹുവിന്റെ രാശിമാറ്റം സംഭവിക്കുന്നത് മെയ് 18 വൈകിട്ട് 5 മണിക്കാണ്. ഇവിടെ കന്യാരാശിക്കാർക്ക് ഈ രാഹുവിന്റെ രാശിമാറ്റം വഴി ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കന്യാരാശിക്കാർക്ക് അവരുടെ 6ാം ഭാവത്തിലേക്കാണ് രാഹു മാറുന്നത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട്, അതായത് 18 മാസക്കാലമായിട്ട് രാഹു 5ാം ഭാവത്തിൽ ആയിരുന്നു നിലനിന്നിരുന്നത്. ഈ 6ാം ഭാവത്തിലേക്കുള്ള രാഹുവിന്റെ രാശിമാറ്റം കന്യാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനുകൂല ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇവിടെ പ്രശ്നങ്ങളുടെ എണ്ണമൊക്കെ വളരെ കുറയുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കുറച്ച് നാളുകളായി നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ ഒരു വെളിച്ചമൊക്കെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടാതെ ഏതു തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് ജീവിതശൈലി അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരുന്നതാണ്. കൂടാതെ ശത്രുക്കളായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് മിത്രങ്ങളായി വരാനുള്ള സാധ്യതകളെ കാണുന്നുണ്ട്. എന്നാലും ചെറിയ രീതിയിലൊക്കെ ശത്രുത നിങ്ങളെ അലട്ടുമെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. കോടതി കേസുകൾ എന്തെങ്കിലും ഉള്ള ആൾക്കാരാണെങ്കിൽ ആ കേസുകളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായിരിക്കും. കുറേ നാളായിട്ട് തീർപ്പ് കൽപ്പിക്കാതെ കിടന്നിരുന്ന പല കേസുകളും തീർപ്പ് കൽപ്പിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നതായി കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് വസ്തു തർക്കങ്ങളോ കുടുംബപരമായ സ്വത്തിലുള്ള തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ചെലവൊക്കെ കുറച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സമ്പത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരുന്ന 1.5 വർഷക്കാലം. അതുകൊണ്ട് ആ പണം നിങ്ങളൊരു സേവിങ്സ് ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല ഷെയറിലൊക്കെ നിക്ഷേപിച്ച് ഇരട്ടിയാക്കാൻ നോക്കുന്നത് വളരെ നല്ലതാണ്. പണം നിങ്ങൾക്ക് വളരെയധികം വന്നു ചേരുന്നതാണ്. മൾട്ടിപ്പിൾ സോഴ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതായി കാണാൻ സാധിക്കും. തൊഴിൽ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകാൻ പോകുന്ന സമയമാണ്. നിക്ഷേപ നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും. ദീർഘനാളുകളായി നിക്ഷേപിച്ചിരുന്ന അല്ലെങ്കിൽ വസ്തുവിലൊക്കെ നിക്ഷേപിച്ചതാണെങ്കിൽ ആ വസ്തു വിൽക്കാതെ കിടപ്പുണ്ടെങ്കിൽ ആ വസ്തുക്കളൊക്കെ നിങ്ങൾക്ക് വിറ്റ് അതിൻ്റെ ആ ഒരു സമ്പത്ത്, നിങ്ങൾ ഉദ്ദേശിച്ച സമ്പത്ത് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ രാഹുമാറ്റം. അതുകൊണ്ട് തന്നെ കന്യാരാശിക്കാർക്ക് ഈ രാഹുമാറ്റം വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകാൻ പോകുന്നത്. അതുകൊണ്ട് കന്യാരാശിക്കാർ ഈ ഒരു രാശിമാറ്റം വളരെയധികം ഉപയോഗിക്കുക.